ബ്രൗണിയുടെ കഥയാണ്. നമുക്ക് നല്ലൊരു അടിപൊളി ഫഡ്ജി ആയിട്ടുള്ളൊരു ബ്രൗണി ഉണ്ടാക്കാം. പണ്ട് കൈരളി ടി വിയിലെ ലക്ഷ്മി നായരുടെ വീഡിയോസിലാണ് ഈ ബ്രൗണിയും കേക്കൊക്കെ ആദ്യമായിട്ട് കാണുന്നത്. അന്നിട്ട് എന്തോ സംഭവമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. പക്ഷേ ഇതൊക്കെ ഇത്ര സിമ്പിളായിരുന്നത് നമ്മൾ ഉണ്ടാക്കി നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. കേക്ക് ബ്രൗണിയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയാൽ വളരെ എളുപ്പവുമാണ്, വളരെ ടേസ്റ്റിയുമാണ്, ഹെൽത്തി വേർഷനായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇവിടെ കുട്ടികൾക്ക് കേക്കിനെക്കാട്ടിയും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഈ ബ്രൗണി. ബ്രൗണി ഉണ്ടാക്കാൻ കേക്കിനെക്കാട്ടിയും എളുപ്പവുമാണ്, അതുകൊണ്ട് എനിക്കും ഇഷ്ടം അതാണ്. ഈ ബ്രൗണിയിൽ നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്തിട്ടില്ല. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതും കുറച്ചൊരു ഹെൽത്തി വേർഷനാണ്. ഇതിനായിട്ട് ആദ്യം വേണ്ടത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഞാൻ മോഡിയുടെ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ആണ് വാങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ, ഒരു 250 ഗ്രാമോളം ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ എടുത്തിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതായത് ഡബിൾ ബോയിൽ ചെയ്തോ ഓവനിൽ വെച്ചിട്ടോ മെൽറ്റ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് മെൽറ്റ് ചെയ്തെടുത്തേക്കുന്നത്. നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ 250 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റിൻ്റെ പകുതി നമുക്ക് ലാസ്റ്റ് ഈ ബ്രൗണിയുടെ മേലെ ഇടാനായിട്ടുള്ളതാണ്. അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു 3/4 കപ്പോളം ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി, മെൽറ്റായി കിട്ടും. ഇത് രണ്ടും റൂം ടെമ്പറേച്ചറിലേക്ക് എത്തി ഒന്ന് തണുക്കുമ്പോഴേക്കും നമുക്ക് കേക്ക് ടിൻ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ട് കുറച്ച് ബട്ടർ തടവി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഞാനൊരു സ്ക്വയർ ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് നമ്മുടെ മെൽറ്റഡ് ഡാർക്ക് ചോക്ലേറ്റ് ഒഴിക്കുക. ഇതിലേക്ക് മെൽറ്റഡ് ബട്ടറും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് ബ്രൗൺ ഷുഗറാണ്. യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ബ്രൗൺ ഷുഗറാണ് കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ബ്രൗൺ ഷുഗർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്ത് എടുക്കുക. മെൽറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ നന്നായിട്ട് ഡിസോൾവ് ആക്കി എടുക്കുക. ഷുഗർ കംപ്ലീറ്റ്ലി ഡിസോൾവ് ആക്കി കിട്ടണം. ഇത് നന്നായിട്ട് ഡിസോൾവ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ടയാണ് ആഡ് ചെയ്യേണ്ടത്. മുട്ട ഓരോന്നായിട്ട് ആഡ് ചെയ്തിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ഡ്രോപ്പ് വാനില എസൻസും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരുമിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ ഒരു 3/4 കപ്പ് മൈദ വേണം. അതുപോലെ 1/4 കപ്പ് കൊക്കോ പൗഡർ. ഡാർക്ക് കൊക്കോയോ ലൈറ്റ് കൊക്കോയോ യൂസ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഡാർക്ക് കൊക്കോ ആണെങ്കിൽ കുറച്ചുകൂടെ കളർ കിട്ടും. ഒരു പിഞ്ച് സോൾട്ടും, ഇത് 3ഉം കൂടി ഇട്ടിട്ട് ഒന്ന് സീവ് ചെയ്തിട്ടാൽ നല്ലതാണ്. ഞാനിപ്പോൾ ഡയറക്റ്റ് ഇടുകയാണ്. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് സമയം എടുക്കും കേട്ടോ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലത്തെ കൺസിസ്റ്റൻസി ആവും. നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ടാബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ച 125 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് ഇച്ചിരി കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പ്രീഹീറ്റ് ചെയ്ത അവനിൽ ഒരു 180 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുക. ഇത് നോക്കി സെറ്റായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ബ്രൗണി നല്ല സ്മെല്ലും വരുന്നുണ്ട്. അപ്പം നമ്മുടെ ബ്രൗണി റെഡി ആയിട്ടുണ്ട്. കേക്ക് പോലെ കട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ തന്നെ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്ത് നോക്കി നല്ല ഫഡ്ജി ആയിട്ടും ച്യൂയി ആയിട്ടുള്ള നല്ല അടിപൊളി ബ്രൗണി റെഡി ആയിട്ടുണ്ട്. ഇത് ഐസ്ക്രീമിൻ്റെ കൂടെ ഒക്കെ കഴിച്ചാലുണ്ടല്ലോ അടിപൊളിയാണ്. എനിക്ക് പക്ഷേ വെറുതെ കഴിക്കാനാണ് ഇഷ്ടം. ഇതിന് അധികം മധുരവും ഇല്ല കേട്ടോ. അവിടെ എൻ്റെ ബ്രൗണി ലവർ കഴിക്കുന്നുണ്ടോ? സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.